ഹായ് ഡിയേഴ്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവ്യ നമ്മുടെ കൃഷ്ണയെ കയറി പിടിക്കുകയാട്ടോ ചെയ്യുന്നത്. കൃഷ്ണ അവിടെ വീഴാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ കാവ്യ ഓടി വന്ന് കൃഷ്ണയെ പിടിക്കുന്നുണ്ട്. കാവ്യയുടെ മനസ്സിൽ ഇപ്പോഴും കൃഷ്ണയോട് സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്, ആരാ എന്നെ പിടിച്ചത് എന്ന് പറയുമ്പോഴത്തേനും ദേഷ്യപ്പെട്ടിട്ട് കാവ്യ പോകുന്നുണ്ട്. ഓ, കാവ്യാണല്ലേ എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മണിക്കുട്ടി അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ജയമോഹിനി അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഇവർ രണ്ട് തമ്മിൽ വീണ്ടും അടുപ്പത്തിലാവുമോ എന്നൊക്കെ ഒരു പേടിച്ച് നിൽക്കുകയാണ്. അതിശയത്തോടു കൂടി നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോഴത്തേനും മണിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. മണിക്കുട്ടി കൃഷ്ണയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോൾ എവിടെ പോയതായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛാ. അച്ഛനോട് ഇരുന്നേ. അച്ഛൻ ആരാ പിടിച്ചതെന്ന് അച്ഛൻ മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, അത് കാവ്യാണല്ലേ. കാവ്യയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, അവളെന്നെ ഒന്നും സംസാരിക്കാണ്ട് പോയി. അച്ഛാ, ദേഷ്യമല്ല, കാവ്യ ആൻറ്റിക്ക് അച്ഛനോട് ഇഷ്ടമാണ് ഇപ്പോഴും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? ഇഷ്ടമാണെങ്കിൽ കാവ്യ എന്നോട് എന്തെങ്കിലും സംസാരിക്കില്ലേ? അവൾ എന്നോട് ഒന്നും സംസാരിക്കാൻ നിന്നില്ല. മനസ്സിൽ കാവ്യ ആൻറ്റിക്ക് ഇപ്പോഴും അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ജയമോഹിനി ഇപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ അന്ധനായ ഒരാളോടുള്ള സഹതാപം മാത്രമായിരിക്കും. അങ്ങനെയൊന്നും അല്ല അച്ഛൻ കണ്ടോ, ഇനി കാവ്യ ആൻറ്റി മാറി തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വരട്ടെ, മോള് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് വായോ എന്ന് പറയുന്നുണ്ട്. എന്തിനാ അച്ഛാ ഞാൻ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് വരുന്നത്? വാ, നമുക്ക് സ്കൂളിലൊന്ന് പോവാം, റീ അഡ്മിഷൻ എടുക്കാം, മോൾ ഇനി പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേണ്ട അച്ഛാ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കാം, നടക്കും മണിക്കുട്ടി, നമുക്ക് എന്തായാലും സ്കൂളിലേക്ക് പോവാം. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് കാവ്യയുടെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് കാവ്യയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ അവനെ കയറി പിടിക്കാൻ പോയിട്ടുള്ളത്? അത് കൃഷ്ണ വീഴാൻ പോയത് അമ്മ കണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട്. അത് അവൻ മനഃപൂർവ്വമാണ്, നിൻ്റെ ദേഹത്തിലേക്ക് ചായാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ധനായിട്ടുള്ള ഒരാൾ, കണ്ണ് കാണുന്നില്ല കൃഷ്ണ അങ്ങനെ ചെയ്യുമോ? അവന് ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലോ? നിന്നെ പറ്റിക്കാനുള്ള പരിപാടി എന്തോ ആണ് അവൻ്റെ മനസ്സിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാവ്യ. നീ വീണ്ടും അവനോട് അടുക്കാനായിട്ട് ശ്രമിക്കുകയാണോ? എൻ്റെ മോളുടെ അച്ഛനാണ്, മാത്രമല്ല കൃഷ്ണയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണ. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷ്ണയുടെ ഈ അവസ്ഥയിൽ വളരെ വിഷമമുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട്. നീയും കൃഷ്ണ ഇനി അടുക്കോ? നീ ഡിവോഴ്സിന് വരെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്, പിന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താ കാവ്യ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അത് പറയാം, എൻ്റെ മനസ്സിൽ ഇപ്പോഴും കൃഷ്ണയോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ അതും വെച്ചോണ്ടിരുന്നു, അവൻ നിന്നെ പറ്റിക്കുകയാണെന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അവൻ്റെ പ്ലാൻ എന്താണെന്നറിയോ? അവൻ്റെ ഓമന സന്താനത്തിന് ആ മണിക്കുട്ടിയെ വീണ്ടും സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുക അവൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മുത്തിൻ്റെ സ്കൂളിൽ അവരെന്താ ചെയ്തോട്ടെ, അമ്മയ്ക്ക് എന്താ, അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ എന്നൊക്കെ പറയാട്ടോ കാവ്യ. അങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഡ്രൈവർ പറയുന്നുണ്ട്, ഈ കുട്ടിക്കൊക്കെ ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ജയമോഹിനി മുത്തിൻ്റെ ഫോൺ ചെയ്യുകയാണ്. കാരണം മണിക്കുട്ടിയെ ഒരിക്കലും തന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല, മുത്ത് അതിന് സമ്മതിക്കരുത്. അതിനുവേണ്ടി മുത്തിനെ തന്നെ കരുവാക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ജയമോഹിനി മുത്തിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തിനോട് പറയുന്നുണ്ട്, മുത്തേ, മണിക്കുട്ടിയെ റീ അഡ്മിഷന് വേണ്ടിയിട്ട് കൃഷ്ണ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്, നീ അതൊരിക്കലും തന്നെ സമ്മതിച്ച് കൊടുക്കരുതെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതൊരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല, അവരിങ്ങോട്ട് വരട്ടെ അമ്മമ്മേ, ഞാൻ കാണിച്ചു കൊടുക്കുക, ഈ മുത്ത് ആരാന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജയമോഹിനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൃഷ്ണ അപ്പോൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ മണിക്കുട്ടി മുത്തിനെ കാണുന്നുണ്ട്. മുത്താണെങ്കിലോ ഹോംവർക്ക് തെറ്റിച്ചെഴുതിയതിന് ടീച്ചർ മുത്തിനെ ശകാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേനും മണിക്കുട്ടി കാര്യം മനസ്സിലായി. മണിക്കുട്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ, ഹോംവർക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് തന്നെ ശരിയായ ഉത്തരം തെറ്റിച്ചാണ് ഒരു കുട്ടി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കുട്ടിയെ നോക്കി പകർത്താനാണ് മുത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മണിക്കുട്ടി പറയുന്നുണ്ട്, ഇത് തെറ്റാണ് മുത്തേ എന്നൊക്കെ പറയുമ്പോഴും അത് നീ നോക്കണ്ട, കാരണം ഇതൊരു ടീച്ചറുടെ മോൾ എഴുതിയിട്ടുള്ള ഹോംവർക്കാണ്, ഇത് ശരിയായിരിക്കും, നീ അത് തന്നെ പകർത്തി എഴുതാനായിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടിയോട് ദേഷ്യപ്പെട്ടു കേട്ടോ മുത്ത്. 100 പ്രാവശ്യം മണിക്കുട്ടി പറഞ്ഞു അത് ശരിയല്ല എന്ന്. പക്ഷെ മുത്ത് അത് കേൾക്കാൻ കൂടി നിന്നില്ല. അതിനുശേഷം തന്നെ എല്ലാ ഹോംവർക്കും തെറ്റുത്തരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും അങ്ങോട്ടേക്ക് വരാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ പറയുന്നത്, റീ അഡ്മിഷന് വേണ്ടി വന്നതാണല്ലേ, എന്തായാലും നല്ലതാണ്. മണിക്കുട്ടി മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഇവിടെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മോൾക്കറിയോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ മണിയായിട്ട് തന്നെ മണിക്കുട്ടി ആൻസർ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും പ്രിൻസിപ്പളിനെ കാണാൻ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണയോട് പറയുന്നുണ്ട്, മുത്ത് ഹോംവർക്ക് വളരെ തെറ്റിച്ചാണ് സർ എഴുതിയിരിക്കുന്നത്, മുത്ത് പഠിക്കാൻ കുറച്ച് പിന്നിലോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ മണിക്കുട്ടിക്ക് അത് മനസ്സിലായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കുട്ടിയുടെ ഹോംവർക്ക് നോക്കി എഴുതി വെച്ചിരിക്കുന്നത്.
അങ്ങനെ മണിക്കുട്ടിയെക്കുറിച്ച് നല്ലത് മാത്രമാണ് ടീച്ചർ പറഞ്ഞത്, കുറിച്ച് വളരെ മോശമായ കാര്യവും. അങ്ങനെ മണിക്കുട്ടിയും അങ്ങോട്ടേക്ക് കൃഷ്ണയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് തന്നെ മുത്ത് അവിടേക്ക് വരുന്നുണ്ട്. മുത്ത് പറയുന്നുണ്ട്, ഇവളെന്തിനാ എങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനോട് ചോദിക്കാട്ടോ. കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇവളെ ഈ റീ അഡ്മിഷൻ ഇവിടെ കൊണ്ട് ചേർക്കാൻ വേണ്ടി വന്നതാണ്, ഇനി മുത്തിൻ്റെ കൂടെ മണിക്കുട്ടിയും പഠിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും പഠിക്കണ്ട, അവൾ ഈ സ്കൂളിൽ പഠിക്കേണ്ട, എൻ്റെ ഒപ്പം പഠിക്കേണ്ട ആ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എൻ്റെ ഒപ്പം പഠിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്തവളാണ് മണിക്കുട്ടി, അതുകൊണ്ട് അച്ഛൻ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഞാൻ ഈ ടാസിൻ്റെ മുകളിൽ ഇരുന്ന് ഇവിടുന്ന് ചാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക കേട്ടോ മുത്ത്. മണിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. മുത്തേ താഴെ ഇറങ്ങ്, എനിക്ക് പഠിക്കേണ്ട, ഞാൻ ഇവിടെ പഠിക്കുന്നില്ല, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം, നീ എന്തായാലും അതിന് മുന്നിൽ നിന്ന് ഇറങ്ങ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. മുത്തേ മോളെ ഇറങ്ങ്, നീ എന്തിനാണ് അവിടെ കയറി നിൽക്കുന്നത്, നീ ഇങ്ങോട്ട് ഇറങ്ങടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മുത്ത് പറയുന്നുണ്ട്, മണിക്കുട്ടി ഇവിടെ പഠിച്ചില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരത്തിരുന്ന് ചാടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, എനിക്ക് പഠിക്കും വേണ്ട, സ്കൂളിൽ വരും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് വീട്ടിലിരുന്നാൽ മതി, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം എന്നൊക്കെ മണിക്കുട്ടി മുത്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ മുത്ത് താഴോട്ട് ഇറങ്ങി വരുന്നത്, മുത്തിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു. അതിനുശേഷം പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ തീരുമാനം, വീട്ടിലിരുന്ന് പഠിക്കാൻ തന്നെയാണോ തീരുമാനം, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും പ്രിൻസിപ്പളിനോട് പറയാൻ പറ്റാതിരിക്കുകയാണ് കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും. അപ്പോൾ അതിനുശേഷം പ്രിൻസിപ്പൾ ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടി നല്ലൊരു കുട്ടിയാണ്, ഇവിടെ നിന്ന് പഠിച്ചാലാണ് അവൾക്ക് നന്നായിട്ട് തന്നെ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, വീട്ടിലിരുന്ന് നന്നായിട്ട് തന്നെ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് ഇത്ര വാശി, ഇവിടെ വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രിൻസിപ്പൾ. അതല്ല മാഡം, അച്ഛന് കണ്ണ് കാണില്ലല്ലോ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, എനിക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അതിന് വേണ്ടി ഞാൻ വീട്ടിലിരുന്നാലേ പറ്റുള്ളൂ, അതിന് വേറൊരാളെ നിർത്തിയാൽ പോരെ, മണിക്കുട്ടി തന്നെ നോക്കണമെന്ന് എന്താ ഉറപ്പ്, കാരണം രാവിലെ മോൾ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുമല്ലോ, ഒരാളെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായില്ലേ, മോളുടെ പഠിത്തം മുടങ്ങില്ല എന്നൊക്കെ പറയുന്നുണ്ട് പ്രിൻസിപ്പൾ. അത് ശരിയാവില്ല, കാരണം ഞാനില്ലെങ്കിൽ ഒരിക്കലും തന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവിടുന്ന് രഹസ്യമായി നിന്ന് കേൾക്കാട്ടോ മുത്ത്. അപ്പോഴത്തേനും മുത്തിന് കാര്യം മനസ്സിലായി, തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു, ഇനി മണിക്കുട്ടി ഇവിടെ പഠിക്കില്ല. അത് തന്നെ ജയമോഹിനീനെ പെട്ടെന്ന് വിളിച്ച് പറയുന്നു, അമ്മമ്മേ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു, ഇനി മണിക്കുട്ടി ഇവിടെ പഠിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ മുത്ത് നീ ചെയ്തത്, ഞാൻ ചെയ്ത കാര്യം അവിടെ നിൽക്കട്ടെ, മണിക്കുട്ടി ഇവിടെ പഠിക്കാതിരുന്നാൽ പോരെ, അത് ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി മണിക്കുട്ടി വീട്ടിലിരുന്ന് തന്നെ പഠിച്ചോളും, സ്കൂളിലേക്ക്. പക്ഷെ അവിടെ നടന്ന കാര്യം എന്തായാലും ജയമോഹിനീനോട് നമ്മുടെ മുത്ത് പറയുന്നില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാവ്യ അറിയരുതല്ലോ, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. ജയമോഹിനിക്ക് വളരെയധികം സന്തോഷമാവുകയാണ് ചെയ്തത്. എന്തായാലും കാര്യം നടന്നു, ഇനി മണിക്കുട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോവില്ല എന്ന് മനസ്സിലായി. മുത്ത് ആളൊരു ഭയങ്കര തന്നെയാണ്, അവൾക്ക് എത്ര പെട്ടെന്നാണ് ഇത് സാധിച്ചെടുക്കാനായിട്ട് പറ്റിയത്. എന്തായാലും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് കാവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവർ രണ്ടുപേരും എന്താ സംസാരിക്കുന്നത് അറിയില്ല, പക്ഷേ എന്തൊക്കെയോ ഒരു വളരെയധികം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കാവ്യയ്ക്ക് മനസ്സിലായി. ഞാൻ കേട്ട് വരുന്ന കാവ്യയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്. നല്ലൊരു എപ്പിസോഡിന് വേണ്ടി വീണ്ടും